الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ ഇൽമിൻ്റെ പേരിലുള്ള നമ്മളുടെ ഈ സദസ്സിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് കാലാകാലത്തെ സുഖവും സന്തോഷവും സ്വർഗവും നൽകുന്നതിന് മാതൃകാപരമായ ഒരു ജീവിത പദ്ധതി അവതരിപ്പിച്ചു വന്നു. അത് പരിശുദ്ധ ഇസ്ലാമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് അല്ലാഹു അത് പരിചയപ്പെടുത്തി തരികയും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളിലൂടെ അതിനെ വിശദീകരിക്കുകയും ചെയ്തു. അഥവാ അള്ളാഹു അവൻ്റെ അടിമകൾ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ കൽപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നു. ആ കൽപ്പനകളെ എങ്ങനെ പ്രായോഗികമാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ ജീവിച്ചു കാണിച്ചു തരുന്നു. ഈ രണ്ട് പ്രമാണങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് നേരെ പോകാൻ കഴിയുന്നത് സ്വർഗത്തിലേക്കാണ്. ആ യാത്രയിൽ വഴിതെറ്റിപ്പോകാതെ, അബദ്ധങ്ങൾ സംഭവിച്ചു പോകാതെ, അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വരച്ചിട്ട മാർഗത്തിലൂടെ കൃത്യമായി നടന്നാൽ നമ്മൾ രക്ഷപ്പെടും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ഈ യാത്രയിൽ എവിടെയെങ്കിലും നമുക്ക് പിഴവ് സംഭവിച്ചാൽ, വഴിതെറ്റിപ്പോയാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വഴിതെറ്റിപ്പോയാൽ ചെയ്യേണ്ടത് ആദ്യം നടത്തം നിർത്തണം. എന്നിട്ട് എവിടുന്നാണോ തെറ്റിയത് അവിടം വരെ തിരിച്ചു വരണം. പിന്നെ തിരുത്തി പുതിയ വഴിയിൽ, നല്ല വഴിയിൽ, ശരിയായ വഴിയിൽ രണ്ടാമത് സഞ്ചരിക്കണം. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്.
നമ്മുടെ നടത്തത്തിൽ ലക്ഷ്യത്തിൽ നിന്നും പിഴച്ചുപോയി വഴിതെറ്റിപ്പോയി എന്ന് ബോധ്യപ്പെടുമ്പോൾ അവിടെ യാത്ര അവസാനിപ്പിക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ചു വരണം. കൃത്യമായ നിലയിൽ വഴി ബോധ്യപ്പെട്ട് മനസ്സിലാക്കി ശരിയായ പാതയിൽ രണ്ടാമത് നടക്കാൻ ശ്രമിക്കണം. അങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഖേദമുണ്ടാകും, ഒരു കരുതലുണ്ടാകും. എന്താ കരുതൽ? പടച്ചോനെ, ഒരിക്കൽ തെറ്റിപ്പോയി, ഇനി തെറ്റല്ല, ഇനി തെറ്റല്ലേ, ഇനി പഴച്ചു പോകരുത്, ഇനി വഴി മാറിപ്പോകരുത്. ആ ഒരു ഖേദം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അവനാണ് ബുദ്ധിമാൻ. തൗബ, ഇസ്തിഗ്ഫാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന സംഗതിയെക്കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ശരീഅത്ത് പഠിപ്പിച്ചു തന്നത്. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ജീവിതക്രമമുണ്ട്, ജീവിത വഴിയുണ്ട്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ ഇങ്ങനെ നടക്കണമെന്ന് അള്ളാഹു ആശിക്കുന്നു, ഇങ്ങനെ സഞ്ചരിക്കണമെന്ന്, ഇങ്ങനെ ജീവിക്കണമെന്ന്. യംശൂന അലൽ അർദി ഹൗന, ഭൂമിയിൽ അവർ വിനയത്തോടുകൂടി നടക്കണം, താഴ്മയോടുകൂടി നടക്കണം, അഹങ്കാരത്തോടുകൂടി നടക്കരുത്, കിബ്റ് കാണിക്കരുത്, മറ്റൊരാളുടെ മേൽ ഔന്നത്യം പ്രകടിപ്പിക്കരുത്, ഞാൻ എന്ന ഭാവം ഉണ്ടാകരുത്. വലാ തംശി ഫിൽ അർദി മർഹ വലാ തംശി ഫിൽ അർദി മർഹ ഇന്നക ലൻ തഖ്രിഖൽ അർദ വലൻ തബ്ലുഗൽ ജിബാല തൂല കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ. വലാ തംശി ഫിൽ അർദി മർഹ, ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നീ ഒരിക്കലും നടക്കരുത്. നീ ഇങ്ങനെ നിന്റെ കാലുകൾ ശക്തിയായ നിലയിൽ ഉയർത്തി ചവിട്ടുമ്പോൾ അതിലൂടെ നീ പ്രകടിപ്പിക്കുന്ന ഒരു അഹങ്കാരം ഉണ്ടല്ലോ, ഒരു കിബ്റ്, അത് പാടില്ല. വളരെ താഴ്മയോടുകൂടി കണ്ടാൽ പാവത്വം തോന്നുന്ന തരത്തിൽ നീ നടക്കാൻ പഠിക്കണം. അള്ളാഹു പറയാം, അങ്ങനെ നീ വലിയ അഹങ്കാരത്തോടു കൂടി നിന്റെ കാലുകൾ ഉയർത്തി ചവിട്ടിയിട്ട് നെഞ്ചിങ്ങനെ ഉന്തിപ്പിടിച്ച് തലയുയർത്തി പിടിച്ചുകൊണ്ട് അഹങ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നക ലൻ തഖ്രിഖൽ അർദ്, ശക്തിയായ നിലയിൽ കാല് ഭൂമിയിൽ ചവിട്ടുമ്പോൾ ഒരിക്കലും നിനക്ക് ഭൂമി പിളർത്താനൊന്നും കഴിയില്ല. നീ ഭൂമിയെ ചവിട്ടിപ്പിളർത്തൊന്നുമില്ലല്ലോ. വലൻ തബ്ലുഗൽ ജിബാല തൂല, നീ ഇങ്ങനെ നെഞ്ചുയർത്തി തലയുയർത്തി അഹങ്കാരത്തോടുകൂടി ഉയർന്നുയർന്നുയർന്നുയർന്നു പോയാലും എവിടം വരെ ഉയരാനാണ്? മലയോളം നീ ഉയരുകയില്ലല്ലോ. അള്ളാഹു പറയാ, അങ്ങനെ നീ പൊന്തിയാലും എവിടം വരെ പൊന്താനാണ്? നീ ചവിട്ടിയാലും എന്ത് ചവിട്ടി തകർക്കാനാണ്? അതുകൊണ്ട് അഹങ്കരിക്കൊന്നും വേണ്ട. വലാ തംശി ഫിൽ അർദി മർഹ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭൂമിയിൽ എങ്ങനെ നടക്കണമെന്ന് അള്ളാഹു പറയാ, എങ്ങനെ ജീവിക്കണമെന്ന് പറയാ, എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് അള്ളാഹു പറയാ, എങ്ങനെ കല്യാണം കഴിക്കണമെന്ന് അള്ളാഹു പറയും, എങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അള്ളാഹു പറയും. എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അള്ളാഹു പറയും. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വ്യക്തമായി അതിന് മാതൃക കാണിച്ചു തരികയും ചെയ്യും. അതിനെതിരായ നിലയിൽ നിങ്ങളൊന്നും ചെയ്യരുത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. ഞാൻ ചുരുക്കി പറയാണ്, നമ്മുടെ ഈമാൻ മുതൽക്ക് മനസ്സിൻ്റെ ചിന്താഗതികൾ മുതൽക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർക്കശമായ അതിർവരമ്പുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെതിരായ നിലയിൽ ഒരു പ്രവൃത്തി വരാൻ പാടില്ല, ഒരു ചിന്ത പോലും വരാൻ പാടില്ല, ഒരു വികാരങ്ങൾ പോലും വരാൻ പാടില്ല.
ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനെ കൂടാതെ വേറെ ഒരാളെയും നിങ്ങൾ വിളിക്കരുത്, ദുആ ചെയ്യരുത്, ചോദിക്കരുത്, സഹായമർത്ഥിക്കരുത്. ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ, പവിത്രമാക്കിയ ഒരു ജീവനെ ഒരിക്കലും നിങ്ങൾ അപഹരിക്കരുത്. ഒരാളെ അപായപ്പെടുത്തരുത്, ഒരാളുടെ ജീവൻ അപകടപ്പെടുത്തരുത്. അത് മഹാപാപമാണ്, മഹാപാതകമാണ്, വൻപാപമാണ്, സബുൽ മുബിഖാത്താണ്. എപ്രകാരം നിങ്ങൾ അള്ളാഹുവിനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കരുത് എന്ന് പറയുന്നു, അതുപോലെ ബാക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇനി പറയുന്ന എല്ലാ സംഗതികളെയും കൃത്യമായ നിലയിൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വലാ യസ്നൂൻ, വ്യഭിചരിക്കരുത്. വലാ തഖ്റബുസ് സിന ഇന്നഹു കാന ഫാഹിഷ വലാ തഖ്റബുസ് സിന ഇന്നഹു കാന ഫാഹിഷ. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വലാ തഖ്റബുസ് സിന, സിനയുടെ പരിസരത്തേക്ക് പോലും പോകരുത്. ചിലപ്പോൾ ആ സിനയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഹറാമായി നമുക്ക് അള്ളാഹു നിഷിദ്ധമായി നിശ്ചയിച്ചിട്ടുള്ള ആളുകളുമായുള്ള സംഭാഷണമാണെങ്കിൽ, സംസാരമാണെങ്കിൽ, അവരുമായുള്ള ചാറ്റിംഗ് ആണെങ്കിൽ, അവരുമായുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, അവരുമായുള്ള ഏതെങ്കിലും തരത്തിലെ കണ്ണുകൊണ്ടുള്ള അബദ്ധസഞ്ചാരമാണ്, കട്ടുനോട്ടമാണെങ്കിൽ, അള്ളാഹു പറയാം, പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി ഇതൊക്കെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ, ധാർമ്മിക രംഗത്തെ, വ്യക്തിപരമായ വിശുദ്ധിയെ പരിപൂർണമായ നിലയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് പടച്ചവൻ നമ്മളോട് കർക്കശമായി ഉപദേശിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടാൽ അത് കണ്ണിൻ്റെ സിനയാണ്, കാതുകൊണ്ട് ഹറാമ് കേട്ടാൽ അത് കാതിൻ്റെ സിനയാണ്, നാവ് കൊണ്ട് ഹറാമ് പറഞ്ഞാൽ അത് നാവിൻ്റെ സിനയാണ്. എന്ന് പറഞ്ഞാൽ ഹറാമായ നിലയിൽ അന്യപുരുഷനുമായി ഒരു പെണ്ണ് സംഭാഷണം നടത്തുമ്പോൾ, സംവദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നേരെ തിരിച്ച് സംസാരിക്കുമ്പോൾ നാവ് കൊണ്ടുള്ള സംസാരത്തിൽ പരസ്പരം ഒരു ലദ്ദത്ത് വരുന്നുവെങ്കിൽ, ഒരു സുഖവും അനുഭൂതിയും അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നാവിൻ്റെ സിനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി കുറച്ചും കൂടി മോഡേൺ അർത്ഥം വെച്ചാൽ, നിങ്ങളുടെ ഫോണുകളിൽ ഒളിപ്പിച്ചു വെക്കുന്ന മെസ്സേജുകൾ പടച്ചവന്റെ ഭാഗത്തു നിന്നും ഒരു പരിശോധകൻ ഇറങ്ങിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ അയച്ചതും വന്നതുമായ ചില മെസ്സേജുകളുടെ അശ്ലീലതകൾ പരിശോധിക്കുമ്പോൾ ആ മെസ്സേജുകൾ ഹറാമാണ്, സിനയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സിനയിലേക്കുള്ള വഴിയായിരുന്നു, സിനയിലേക്കുള്ള നടത്തമായിരുന്നു. ഒരു പക്ഷേ നീ നിന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയോ ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുകയോ ചെയ്തപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ള സമയത്തെ പെരുമാറ്റത്തിലൂടെ അഭിനയം നടത്തി താൻ ചെയ്ത രഹസ്യ അറകളിലെ ഹറാമുകൾ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ ആരും അറിയാതെ കാത്തു സൂക്ഷിക്കാൻ, ഹൈഡ് ചെയ്യാൻ നമ്മുടെ കയ്യിലെ അത്യന്താധുനിക ഉപയോഗങ്ങളെ നമുക്ക് വേണ്ടതുപോലെ മെരുക്കിയെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഹൈഡ് ചെയ്തിരിക്കുകയാണ്, ആർക്കും തിരിയില്ല, ആർക്കും തിരിയില്ല. നമ്മൾ പുറമെ ആരെങ്കിലും വന്ന് നമ്മളെ കണ്ടുപിടിക്കുന്ന സമയത്ത് ചിലപ്പം ഇക്കാക്ക കയറി വന്നു, ഉപ്പാപ്പ കയറി വന്നു, ഉമ്മ കയറി വന്നു കയറുമ്പം നമ്മൾ കേൾക്കുന്നത് നല്ല രസകരമായ വാളായിരിക്കും. നല്ല വാള് കേൾക്കുക, ഹറമിലെ ഓത്ത് കേൾക്കുകയാണ്, ഹറമിലെ ഓത്ത് ഇമാമിയങ്ങളുടെ സുന്ദരമായ ഓത്ത കേൾക്കുന്നത്. ഈ വന്ന് എന്നെ എത്തി നോക്കുകയും എന്നെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ മുമ്പിൽ ഞാൻ പ്രസംഗം കേൾക്കുകയാണ്, ഞാൻ ഖുർആൻ കേൾക്കുകയാണ്, ഞാൻ നല്ല കാര്യം പറയുകയാണ്, ഞാൻ നല്ലതാണ് എന്നൊക്കെ പറയും പ്രിയപ്പെട്ടവരെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രഹസ്യങ്ങൾ, ആ രഹസ്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപകർമ്മങ്ങൾ, ആ പാപകർമ്മങ്ങളെ നേരിട്ടറിയുന്നവനായ ഒരുത്തനുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മൾ രഹസ്യമായ നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കണ്ണ്, കാത്, ഖൽബ്, അതിൻ്റെ ചിന്തകൾ, ഇതൊക്കെ നമ്മളത് നിസ്സാരമായി കണക്കാക്കുകയോ അല്ലെങ്കിൽ ആരും അറിയുന്നില്ലെന്ന് വിചാരിച്ചിട്ട് സമാധാനപ്പെട്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിലും അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് തഹ്സബൂനഹു ഹയ്യിന, അള്ളാഹു പറയാം ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയാ, വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങൾ അതിനെ നിസ്സാരമായി കണക്കാക്കുന്നു. പക്ഷെ അത് നിസ്സാരമൊന്നുമല്ല,
അത് വളരെ മോശമാണ്, വളരെ കടുപ്പപ്പെട്ടതാണ്, വളരെ ഭീകരമാണ്. അത് പിടിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ ലജ്ജയും അതിൻ്റെ പാതകവും നമുക്ക് ബോധ്യപ്പെടുക. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അധികം ആളുകളും ചിലപ്പം ഇവിടെ പിടിക്കപ്പെടാതെ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കുകയാണ്. ഇവിടെ പിടിക്കപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ താമസിയാതെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും, താമസിയാതെ പിടിക്കപ്പെടും. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂരി വഹുസ്സില മാ ഫിസ് സുദൂർ അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂരി വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. താമസിയാതെ നമ്മളെ അടക്കം ചെയ്യപ്പെടുന്ന ഖബറുകളിൽ നമ്മളുടെ അമലുകളോടൊപ്പം അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം അതിൽ നിന്നും പുറത്തേക്ക് എഴുന്നേൽപ്പിക്കുമല്ലോ. പുറത്തേക്ക് എഴുന്നേൽപ്പിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരുന്നത് നമ്മൾ ചെയ്തു കൂട്ടിയ പാപഭാരത്തോടു കൂടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചു കൊണ്ടുപോയ സൽക്കർമ്മത്തിന്റെ സ്വർഗീയ അനുഭൂതിയോടുകൂടിയായിരിക്കും. രണ്ടാലൊരു തരത്തിലായിരിക്കും എഴുന്നേൽക്കുമ്പോൾ. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ ഖബറിടങ്ങളിൽ നിന്നും ആരാണാവോ ഞങ്ങളെ തട്ടിയെണീൽപ്പിച്ചത്. തട്ടിയെണീപ്പിച്ചപ്പോഴാണ് ഞങ്ങൾ ചെയ്തു കൊണ്ടുവന്ന ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അന്ന് വളരെ 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 മൈന്യൂട്ടായി നമ്മൾ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന ചെറിയ ചെറിയ പാപം എന്ന് വിചാരിച്ചിരുന്നത് പോലും നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ പാപകർമ്മങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുകയായി. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ. ഖബറുകളിൽ നിന്നും എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവർ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളോ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളോ, അള്ളാഹു നമുക്കൊക്കെ സൽക്കർമ്മം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവർ, രണ്ട് ഭാഗമുണ്ടല്ലോ, തെറ്റും കുറ്റവും മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് സൽക്കർമ്മങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആരും അറിയാതെ ഏതെങ്കിലും ഒരു സാധുവിന് ചെറിയ പണം സഹായിച്ചു. അയൽവക്കത്ത് പട്ടിണി കിടക്കുന്ന ഒരു സഹോദരനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മൾ കഴിക്കാനെടുത്ത ഭക്ഷണത്തിൽ നിന്നും അല്പം ബാക്കിയാക്കി ആരും അറിയാതെ അവർക്ക് കൊണ്ട് കൊടുത്തു. ഇന്ന് കൊടുത്തത് ചില്ലറയാണ്, ഇന്ന് കൊടുത്തത് ചെറിയ ഭക്ഷണ തളികയാണ്. എന്നാൽ നാളെ പരലോകത്ത് ഖബറിൽ നിന്നും എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സദഖ കൊണ്ട് നമ്മൾ സന്തോഷം. അള്ളാഹു അക്കൂട്ടത്തെ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. പാതിരാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്ത് അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റു തിരതിരക്കായി ഓടിപ്പോയി കഴിക്കാനും കുടിക്കാനും ഭക്ഷണം കഴിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് മരുന്ന് കഴിക്കണേ, അങ്ങനെയല്ല പറയാം. ഇപ്പോൾ എല്ലാവരും അത്താഴം കഴിക്കണേ, അതിൽ ബർക്കത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് സഹാബാക്കൾ എഴുന്നേൽപ്പിച്ച് റമദാനിൽ അത്താഴം കഴിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ വീടുകളിൽ അത്താഴ സമയത്ത് മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. അല്ലാഹുവിൻ്റെ റബ്ബേ, ഗുളിക കഴിക്കണേ മറന്നുപോലെ, മരുന്ന് കഴിക്കണേ മറന്നുപോലെ. അത്താഴം മറന്നാലും വേണ്ടിയില്ല, മരുന്ന് മറക്കരുതേ എന്ന് പറയാൻ നമ്മുടെ വീടുകളൊക്കെ രോഗാതുരമായി എന്ന് പറയും അല്ലേ. നമ്മുടെ വീടുകളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, മരുന്നുകളുടെയും ഗുളികകളുടെയും എണ്ണം വർദ്ധിക്കുക. നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്നത് സുന്നത്താണ്, ഈത്തപ്പഴം കഴിക്കുന്നത് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിക്കണേ എന്ന് നമ്മളോട് ഉപദേശിച്ചപ്പോൾ സഹാബാക്കൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ അത്താഴത്തിന്റെ സമയത്ത് ഈത്തപ്പഴമാണ് ഏറ്റവും ശ്രേഷ്ഠമായ അത്താഴം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഈത്തപ്പഴം കഴിച്ചിരുന്നു. ഈത്തപ്പഴം കഴിക്കുന്നത് സുന്നത്താണ്. നമ്മളിൽ അധിക പേരും മരുന്ന് കഴിക്കുന്നത് ഇപ്പോൾ ഫറദാണ്. മരുന്ന് കഴിക്കുന്നത് ഫറദ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആരോഗ്യം തരുമാറാകട്ടെ, ആഫിയത്ത് തരുമാറാകട്ടെ. മരുന്നുകളിൽ നിന്നും ചികിത്സകളിൽ നിന്നും ഒക്കെ അള്ളാഹു നമുക്ക് മോചനം തരുമാറാകട്ടെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരുന്നുകളിൽ നിന്നും ചികിത്സകളിൽ നിന്നുമൊക്കെ അള്ളാഹു നമുക്ക് മോചനം തരുമാറാകട്ടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണക്കാരന്. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ദ്വാരക്കുന്നുള്ളവരെ പടച്ചോനെ ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, കോടതികളിൽ നിന്ന് നമ്മളെ കാത്തോണേ എന്ന് പറയാറ്. ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, കോടതികളിൽ നിന്നും നമ്മളെ കാത്തോണേ എന്ന് പറയും. ഒരു വലിയ ദുആയാണ്. ആശുപത്രികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആശുപത്രികളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സയും ഫലപ്പെടാതെ ഇനി പുറക്കേക്കെടുത്തോന്ന് പറഞ്ഞ് തള്ളുന്ന അവസ്ഥയല്ല പറയുന്നത്. രോഗങ്ങളുടെ പേരിൽ ഒരാശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രിയിലേക്ക് മാറി മാറി നടന്ന് വീണ്ടും വീണ്ടും ചികിത്സകൾ വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ പ്രയാസകരമായ അവസ്ഥയുണ്ട്. അള്ളാഹു നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറയാനില്ല, കോടതിയുടെ കാര്യം പറയാനില്ല. അള്ളാഹു അത്തരം വിഷമങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പാതിരാത്രിയിൽ ഒരു പക്ഷേ ആഹാരം കഴിക്കാനുള്ള വെപ്രാളത്തിൽ ആളുകൾ ഉള്ള സമയം മെനക്കെടുത്തുമ്പോൾ, മരുന്ന് കഴിക്കാനുള്ള വെപ്രാളത്തിൽ, വെള്ളം കുടിക്കാനുള്ള വെപ്രാളത്തിൽ ആളുകൾ മെനക്കെടുമ്പോൾ, അത്താഴത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി 2 or 4 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരത്തിൽ കുറച്ച് ഖുർആൻ കൂടുതൽ ഓതി, നമസ്കാരത്തിന് ശേഷം ആരും കാണാതെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നമ്മുടെ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്തു. എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട്?
നമ്മൾ ആ സമയത്ത് ചെയ്ത ദുആകൾ, ആ സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ കണ്ണുനീരിന്റെ തുള്ളികൾ, ഇത് നമ്മൾ ഖബറിൽ നിന്നും എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, നാളെ മഹ്ശറയിൽ നമ്മുടെ അമലുകൾ തൂക്കപ്പെടുമ്പോൾ നമ്മുടെ ത്രാസുകളിൽ തൂക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ അമലുകളെയും മലക്കുകൾ മുഖേന തിറാസിൽ വെച്ച് തൂക്കപ്പെടുന്നതാണ്. എല്ലാ അമലുകളും തൂക്കപ്പെടും, അല്ലേ? വൽ വസ്നു യൗമഇദിനിൽ ഹഖ് വൽവസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു പറയാ ഖുർആനിൽ, വൽവസ്നു യൗമഇദിനിൽ ഹഖ്, അന്നത്തെ ദിവസം തൂക്കുക എന്ന് പറയുന്നത് സത്യമായ നിലയിൽ പുലരാൻ പോകുന്ന ഒരു പരമാർത്ഥമാണ്. നമ്മുടെ അമലുകളൊക്കെ തൂക്കപ്പെടും, അമലുകൾ കൃത്യമായ നിലയിൽ തൂക്കപ്പെടും. ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഇന്ന ദിവസം നിങ്ങളിൽ ഒരാളോടും അണുമണി തൂക്കം അക്രമം ചെയ്യപ്പെടുകയില്ല. അണുമണി തൂക്കം അക്രമം ചെയ്യപ്പെടുകയില്ല. തന്നതൊന്നും തന്നില്ലെന്ന് ഞാൻ നിഷേധിക്കൂല, തന്നതൊന്നും തന്നില്ല എന്ന് ഞാൻ നിഷേധിക്കുകയില്ല. അങ്ങനെ ഒന്നും എനിക്ക് അറിയേയില്ല എന്ന് കൈമലർത്തൂല. അള്ളാഹു പറയാണ്. നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. പല ആളുകളും നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ മാറ്റി പറയും. വിശ്വസിച്ചേൽപ്പിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തരികട സമർപ്പിക്കും. എന്നിട്ടോ നമ്മൾ എന്തെല്ലാം പറയാറുള്ളത്? അത് പൊരുത്താക്കണേ, ഇത് പൊരുത്താക്കണേ, അപ്പുറം ഇപ്പുറം പൊരുത്താക്കണേ. ഹജ്ജിന് പോകുമ്പം ഉംറക്ക് പോകുമ്പം ഒന്ന് കൈപിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചാൽ എല്ലാം തീർന്നു എന്നൊരു തെറ്റിദ്ധാരണ. അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം സമുദായം അവരുടെ ജീവിതത്തിൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നൊക്കെ പറയുന്ന അമലുകൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈ അമലുകളുടെ അപ്പുറത്തേക്ക് അവരുടെ ഉള്ളിൽ അവർ കാത്തു സൂക്ഷിക്കേണ്ട ഒരുപാട് സാംസ്കാരിക വശങ്ങളുണ്ട്, ധാർമ്മിക വശങ്ങളുണ്ട്. ആ ധാർമ്മിക വശങ്ങളിൽ നമ്മുടെ സത്യസന്ധത വളരെ പ്രധാനമാണ്. കൊടുക്കൽ വാങ്ങലുകളിൽ നമ്മൾ പുലർത്തേണ്ട സത്യസന്ധത വളരെ പ്രധാനമാണ്. നമ്മൾ അങ്ങനെ ഏതെങ്കിലും ബാഹ്യമായ വർത്താനം കൊണ്ട് 27 രാവിന്റെ അന്ന് പരസ്പരം കൈപിടിച്ചിട്ട്, പെരുന്നാളിന്റെ അന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ കൈപിടിച്ചിട്ട്, ഹജ്ജിന് പോകുമ്പോൾ കൈപിടിച്ചിട്ട് എല്ലാം അപ്പുറവും പൊരുത്താക്കണേ എന്ന് പറഞ്ഞാലൊന്നും നമ്മളുടെ പൊരുത്തക്കേടുകൾ, കുരുത്തക്കേടുകൾ, വൃത്തികേടുകൾ, ക്രമക്കേടുകൾ മാപ്പാക്കപ്പെടുകയില്ല. അള്ളാഹു അതിനൊന്നും അങ്ങനെ മഗ്ഫിറത്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമില്ല. കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കുക തന്നെ വേണം. ആ വിഷയത്തിൽ ഒരു വിടുതലും വിട്ടുവീഴ്ചയും ഇസ്ലാമിക ശരീഅത്ത് അനുശാസിച്ചിട്ടേ ഇല്ല, നൽകിയിട്ടേ ഇല്ല. സത്യസന്ധമായ നിലയിൽ നമ്മൾ പെരുമാറുക തന്നെ വേണം. അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കൊടുത്തു തീർത്താൽ നാളെ പരലോകത്ത് നമുക്ക് ലാഭമായി. ഇവിടെ കൊടുക്കാൻ നമ്മൾ മടിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഓവർ വളവ് കൊണ്ട് അതിനൊക്കെ ജയിക്കാൻ ശ്രമിക്കുകയോ, ചിലപ്പം കോടതിയിൽ പോയി കേസ് വാദിക്കാൻ വേണ്ടി ഏൽപ്പിച്ച വക്കീലിന്റെ മികവ് കൊണ്ടും നമ്മൾ അയാൾക്കോ അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കോ കൊടുത്ത കൈക്കൂലിയുടെ വലിപ്പം കൊണ്ടും നമുക്ക് അനുകൂലമായ ഒരു വിധി കിട്ടിയെന്ന് സങ്കല്പിക്കുക പ്രിയപ്പെട്ടവരെ. വിധി ഇവിടെ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും നാളെ പരലോകത്ത് അന്തിമമായ ഒരു വിധി വരും. എല്ലാ നമസ്കാരങ്ങളിലും പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ നമ്മളെ കൊണ്ട് വീണ്ടും ആവർത്തിച്ച് ഓതിപ്പിക്കുമ്പോൾ മാലിക് യൗമുദ്ദീൻ എന്നൊരു വചനം പറയിപ്പിക്കാറുണ്ട്. മാലിക് യൗമുദ്ദീൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ മിൻ കുല്ലി ദാ. ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ മിൻ കുല്ലി ദാ. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ്. നമുക്ക് എന്ത് രോഗമുണ്ടാകുമ്പോഴും സൂറത്തുൽ ഫാത്തിഹ ഓതുക. ആ ഓതിയിട്ട് നമ്മുടെ ശരീരത്തിലെ വേദന, വിഷമമുള്ള സ്ഥലങ്ങളിൽ മന്ത്രിക്കുക, ഊതുക. ഇനി ഒരു ചെറിയ വെള്ളത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുക. ഇതൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്തായി, ചികിത്സയായി, പ്രതിഫലം കിട്ടുന്ന കർമ്മമായി നമുക്ക് പഠിപ്പിച്ച സംഗതിയാണ്. സൂറത്തുൽ ഫാത്തിഹ ഊതിയാൽ അസുഖം മാറും. സൂറത്തുൽ ഫാത്തിഹ ഊതിയ വെള്ളം കുടിച്ചാൽ അസുഖം മാറും. ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉ മിൻ കുല്ലി ദാ ആണ്, വളരെ ശരിയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഫാത്തിഹൽ കിതാബ് എല്ലാ നമസ്കാരത്തിലും നമ്മളെ കൊണ്ട് ഓദിക്കുന്നതിൻ്റെ പിന്നിൽ വേറെ ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ മാലിക് യൗമുദ്ദീൻ എന്ന് കൈകെട്ടി നിന്ന് പടച്ചവന്റെ മുമ്പിൽ പറയിപ്പിക്കുന്ന ഒരു മുസ്ലിമിന്റെ ഉള്ളകത്ത്, പടച്ചവനെ, ഞാൻ ഇവിടെ നിസ്കാരത്തിന് ശേഷം പോയി പീടികയിലിരുന്ന് മുതലാളിയെ പറ്റിച്ചാൽ, തൊഴിലാളിയെ പറ്റിച്ചാൽ, കസ്റ്റമറിനെ പറ്റിച്ചാൽ, വരുന്ന ആളുകളെ പറ്റിച്ചാൽ, ഒരു പക്ഷേ അവർക്കത് ബോധ്യപ്പെട്ടില്ല, അവർക്കത് മനസ്സിലായില്ലെങ്കിലും
മാലിക് യൗമുദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കേണ്ടി വരികയില്ലേ? ഞാൻ വന്ന് ആ ഒരു ബോധം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കാൻ കൂടിയാണ് നമ്മളെ കൊണ്ട് ഫാത്തിഹ ഓതിപ്പിക്കുന്നത്. എന്തിനാ ഫാത്തിഹ ഓതുന്നത്? ഫാത്തിഹ ഓതുന്നത് ഒരക്ഷരം ഓതിയാൽ അതിന് 10 നന്മ കിട്ടും. 3 അക്ഷരം ഓതിയാൽ 30 നന്മ കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹയുടെയും പരിശുദ്ധ ഖുർആനിന്റെയും ഓതുന്നതിന്റെ പേരിലുള്ള പ്രതിഫലത്തെ നമുക്ക് ഒരുപാട് പറഞ്ഞു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ശരിയാണ്. മറുഭാഗത്ത് പ്രിയപ്പെട്ടവരെ, എല്ലാ നമസ്കാരത്തിലും അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് പടച്ചവൻ ഇത് പറയിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു ബോധം, ഒരു ഭയപ്പാട്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളായ നമ്മളുടെ നമസ്കാരത്തിൽ 5 നേരത്തെ കൃത്യമായി ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇടക്കിടയ്ക്ക് ഇതൊന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഓർമ്മയോടുകൂടി എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തുണിക്കുപ്പായൊക്കെ മാറ്റി അത്യാവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി പീടികയിൽ വന്നിരുന്ന് കച്ചവടവും കാര്യങ്ങളും തൊഴിലും വേലയൊക്കെ ചെയ്ത് സ്വാഭാവികമായി മനുഷ്യന്റെ മനസ്സിൽ ഭൗതികമായ വിഭവങ്ങളോടുള്ള താല്പര്യവും ത്വരയും ആഗ്രഹവും ആർത്തിയും ഒക്കെ കടന്നു വരുമ്പോൾ അതിൽ നിന്നും നമ്മളെ ഒന്ന് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കപ്പെടും. പള്ളിയിലേക്ക് വാന്ന് പറയും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറയും. നമ്മൾ ഓടി വരണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കണം. അതിനു മുമ്പ് നമ്മൾ ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളും നന്നായി വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. എന്തിനാ വൃത്തിയാക്കുന്നത്? രാവിലെ കുളിച്ചിട്ട് വന്നതല്ലേ? എന്തിനാ വൃത്തിയാക്കുന്നത്? രാവിലെ പുതിയ കുപ്പായം മാറിയിട്ട് വന്നതല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതൊരു വല്ലാത്ത പ്രക്രിയയാണ്, ഇതൊരു വല്ലാത്ത പ്രോസസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖൈറ ഉമ്മത്തിന്റെ ജീവിതം അടിമുടി ശുദ്ധമാകാൻ വേണ്ടി, എവിടെയും മാലിന്യവും അഴുക്കുമില്ലാതിരിക്കാൻ വേണ്ടി, നമ്മുടെ നാവിൽ നിന്നോ ചിന്തയിൽ നിന്നോ കൈകാലുകളിൽ നിന്നോ ഒരു ദുഷിപ്പും ഭൂമിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി, ഞാൻ അള്ളാഹുവിന്റെ കലാം ഓതി നമസ്കരിക്കുന്ന ഫാത്തിഹ ഓതുന്ന ഈ നാവ് കൊണ്ട് എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ ഒരു കളവും പറയരുത്. അള്ളാഹു നമുക്കൊക്കെ സത്യസന്ധരായി ജീവിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പൊതുവെ ഞാനും നിങ്ങളുമൊക്കെ ഗഫലത്തിലായി പോകുന്ന ഒരു മേഖലയാണ് നമ്മുടെ വ്യക്തി ജീവിതം, കച്ചവട ജീവിതം, കൊടുക്കൽ വാങ്ങലുകൾ എന്നൊക്കെ പറയുന്നത്. നിസ്കരിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയായിരിക്കും, ഇസ്തിഗ്ഫാർ പറയാൻ ഭയങ്കര താല്പര്യമായിരിക്കും, സലാത്ത് പറയാൻ ഭയങ്കര താല്പര്യമായിരിക്കും, കൃത്യമായി ജമാഅത്തിന് വരാൻ ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷേ കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര സൂക്ഷ്മത കുറവ്, പ്രിയപ്പെട്ടവരെ, അത് ഭയങ്കര അപകടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി അവിടുത്തെ സഹാബത്തിനെ പറഞ്ഞ് പരിചയിപ്പിക്കുകയും സംസ്കരിക്കുകയും ചെയ്ത ഒരു മേഖലയാണ് കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത്, മുആമലാത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഭാഷയിൽ ഈ സമുദായത്തെ പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് കച്ചവടത്തിലും മറ്റുമൊക്കെ അവർ പാലിക്കേണ്ട സത്യസന്ധതയുടെ സംസ്കാരം എന്ന് പറയും. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്, പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആദ്യം തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്താണ്. രണ്ടാമത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന സൂറത്താണ്. മൂന്നാമത് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന സൂറത്താണ്. പിന്നെ നാലാമത് യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. പിന്നെ അഞ്ചാമതായി ആദ്യമായി മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ആർക്ക് വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചത്? നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ ഖുർആൻ എന്നല്ലേ, നമ്മുടെ കലാമ്, മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥം, മുസ്ലിമീങ്ങളുടെ വേദഗ്രന്ഥം. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരധ്യായം തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ അധ്യായത്തിൽ അവനിൽ വിശ്വസിക്കുന്ന അടിയാറുകളോട് പ്രത്യേകമായി അവന് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ, കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പാലിക്കണേ എന്നാണ് ആദ്യമായി പറയുന്നത്. ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പാലിക്കണേ, വാക്ക് പറഞ്ഞാൽ പാലിക്കണേ, സത്യമേ പറയാവൂ, ആരെയും വഞ്ചിക്കരുത്. നിന്നെ വിശ്വസിച്ച് നീയുമായി ഒരു ഇടപാട് നടത്തിയാൽ നീ മാപ്പിളയാണ്, മുസ്ലിമാണ്, ഒരിക്കലും പറ്റിക്കൂല എന്ന് അവർക്ക് ഉറപ്പ് വരണം. ഖേദകരമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായത്തിൽ തന്നെ പല സഹോദരങ്ങളും സംസാരിക്കാൻ പറയാറുണ്ട്, നമ്മളാളുകളുമായി ഇടപാട് നടത്താൻ ധൈര്യമില്ല, മറ്റു മതസ്ഥരുമായി ഇടപാട് നടത്തുമ്പോൾ പിന്നെ ഒരു ധൈര്യമുണ്ട്, അവർക്ക് ദൈവത്തെ പേടിയുണ്ട്. നമുക്കോ? അങ്ങനെ പറയിപ്പിച്ചത് ഈ മുസ്ലിം സമുദായം ചെയ്ത ഏറ്റവും വലിയ പാതകമാണ്. ഈ സമുദായത്തെ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല വാർത്തെടുത്തത്,
അങ്ങനെയല്ല വളർത്തിയെടുത്തത്. അഷ്റഫുൽ ഖൽക്കിന്റെ സഹാബത്തിന്റെ ജീവിതത്തിലെ ചരിത്രം നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ ഒരു സഹാബിയും അങ്ങനെ ഒരു കുറ്റകരമായ പ്രവൃത്തി ചെയ്തതായി നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ്. വാക്ക് പാലിക്കാത്തവർ ആരാ ഉള്ളത്? വാക്ക് പാലിക്കണം, സത്യസന്ധമായി പെരുമാറണം. ഒരാളുടെയും ഒരു രൂപയും അകാരണമായ നിലയിൽ നമ്മൾ കവർന്നെടുക്കരുത്. അതിന് നമ്മൾ ഇനി എന്ത് ന്യായം പറഞ്ഞാലും ശരി, ആ ന്യായങ്ങളൊന്നും പടച്ചവന്റെ സന്നിധിയിൽ വിലപ്പോവുകയില്ല. ഒരാള് 1000 റക്അത്ത് നിസ്കരിച്ചു എന്ന് വിചാരിക്കുക, 1000 നോമ്പ് ഒന്നിച്ചെടുത്തു എന്ന് വിചാരിക്കുക, 1000 ഉംറ അങ്ങ് ചെയ്തു എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു ഭാഗത്ത് പ്രതിഫലം കിട്ടുന്ന അമലായി നമുക്ക് പ്രതീക്ഷ വെക്കാൻ കഴിയുമെങ്കിലും മറുഭാഗത്ത് 1000 രൂപ ആരുടെയെങ്കിലും അപഹരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അപഹരിക്കാന്ന് പറഞ്ഞാൽ പോക്കറ്റ് അടിക്കലാണോ, കട്ടെടുക്കലാണോ? അതൊന്നുമല്ല. അതൊക്കെ സാധാരണഗതിയിൽ സംഭവം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ ബുദ്ധിയിൽ പുതിയ സംസ്കാരത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കുറേ കച്ചകപടങ്ങളില്ലേ, കച്ചകപടങ്ങൾ. ഈ കച്ചകപടങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് നമ്മളെ അനുഭവിക്കുന്നവന് പാവം അറിഞ്ഞില്ലെങ്കിലും നമ്മളെ നിയന്ത്രിക്കുന്നവനും നമ്മളെ സൃഷ്ടിച്ചവനുമായ നമുക്കിതൊക്കെ തന്നവനുമായ നമ്മുടെ രക്ഷിതാവ് അതൊക്കെ അറിയുന്നുണ്ട്. താമസിയാതെ ഇതിനൊക്കെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. നമ്മൾ കാണിച്ച ചെറിയ 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 തട്ടിപ്പുകളും തരികിടകളും പടച്ചവന്റെ സന്നിധിയിൽ പിടിക്കപ്പെടും. ഒരാൾ യാത്ര ചെയ്യാൻ ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരാൻ സാധ്യതയുള്ള വിഷയമായതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഉറക്കം വരുന്നുണ്ടോ? ഞാൻ പറയാൻ വിചാരിച്ചു തുടങ്ങിയൊന്നുമല്ലല്ലോ, ഞാൻ തൗബയെക്കുറിച്ച് പറയാനാണ് തുടങ്ങിയത്. പക്ഷേ പടച്ചവന്റെ വിധിയാണ്, നിങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്, ഞാൻ പറയാൻ വിധിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞത് പറ്റും, വേറെ മാർഗ്ഗമില്ല. ഞാൻ തൗബ എന്ന് പറയാനാണ് വിചാരിച്ചു തുടങ്ങിയത്. ശ്രദ്ധിച്ച് കേൾക്കണം, എനിക്ക് കേൾക്കണം, നിങ്ങൾക്ക് കേൾക്കണം. നമ്മളൊക്കെ നന്നാണ്, നമ്മളൊക്കെ മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകണം. ഒരാള് തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുക, ബസ്സിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു പൊളിച്ചെല്ലാം കയറി ഒരു വിധത്തിൽ സ്ഥലം കിട്ടി യാത്ര ചെയ്തു. കുറേ ദൂരം പോയപ്പോൾ ഇറങ്ങേണ്ട സ്ഥലമായി. ഫുട്ബോളിലാണ് അത്രയും സമയം നിന്നത്. അവൻ മെനക്കെട്ടിട്ട് ഇറങ്ങേണ്ട സ്ഥലത്ത് അങ്ങനെ ഇറങ്ങിയപ്പം തൊട്ടു മുമ്പിൽ തന്നോടൊപ്പം ഇറങ്ങിയ ഒരു സഹോദരൻ്റെ കീശയിൽ നിന്നും പേഴ്സ് താഴെ വീണപ്പം ഇവനൊരു മുസ്ലിമാണ്, നോമ്പുകാരനാണ്. കഥയാട്ടോ, പേടിക്കണ്ട, ആരുടെയും ചരിത്രമല്ല, ഇതൊരു കഥയാണ്. അവനൊരു മുസ്ലിമാണ്, അവനൊരു നോമ്പുകാരനാണ്, അവൻ വാള് കേട്ട് ഉറുദി കേട്ട് വന്നവനാണ്, അവൻ നിസ്കരിച്ചിട്ട് വന്നവനാണ്, അവൻ മാലിക് യൗമുദ്ദീൻ എന്ന് ഓതിയവനാണ്, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞവനാണ്. അതുകൊണ്ട് അവന്റെ തൊട്ടു മുമ്പിൽ ഒരാളുടെ കീശയിൽ നിന്നും പേഴ്സ് വീണത് കണ്ടപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നോക്കിയിട്ട് എടുത്ത് തന്റെ പാറ്റിന്റെ ഉള്ളിൽ ഒളിപ്പിക്കാൻ അവന്റെ മനസ്സ് വന്നില്ല, അവന്റെ മനസാക്ഷി അനുവദിച്ചില്ല. ആ ഇറങ്ങിയ ആള് തിരക്കിന്റെ ഇടയിൽ നടന്നങ്ങ് പോയി. അയാൾ പേഴ്സ് വീണതൊന്നും അറിഞ്ഞതുമില്ല, അയാൾ നടന്നങ്ങ് പോയി. പക്ഷേ ഈ മുസ്ലിമായ സാധുവായ മനുഷ്യൻ ആ പേഴ്സ് എടുത്തിട്ട് അയാളുടെ പിന്നാലെ ഓടിച്ചെന്നു. ഓടുന്നതിനിടയ്ക്ക് അയാൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഓടി ഓട്ടോറിക്ഷ കയറി അങ്ങ് പോയി. ഇയാൾ പേഴ്സ് തുറന്നു നോക്കിയപ്പം 2000-ന്റെ കുറേ നോട്ടുകൾ ഇങ്ങനെ അട്ടി വെച്ചിരിക്കുന്നു. 2000-ന്റെ നോട്ട് അട്ടി വെച്ചു. മനസ്സ് ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പതറിയല്ലേ. 2000. കാരണം ഈ പാവപ്പെട്ടവൻ മാർക്കറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുത്ത് കഷ്ടപ്പെട്ട് തൊഴിലാളിയായി, എന്നിട്ട് അന്നം വാങ്ങാൻ നിർവാഹമില്ലാതെ, മക്കൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ നിർവാഹമില്ലാതെ, ചില്ലറ പൈസ പോലും കീശയിൽ ബാക്കിയാക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് മടങ്ങുന്നവനാ. അവന്റെ മുമ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ, പടച്ചവൻ എനിക്ക് തന്ന ഞാമത്താണല്ലേ, പടച്ചവൻ എൻ്റെ മുമ്പിൽ ഒരു പേഴ്സ് ഇങ്ങനെ ഇട്ട് തരിക, അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറേ നോട്ടുകൾ കട്ടക്കിരിക്കുക. അള്ളാഹ് അല്ലാണ്ട് വേറെ ആരായി തരിക അല്ലേ? അള്ളാഹ് തന്നല്ലേ. അവൻ്റെ മനസ്സൊന്ന് ചാഞ്ചാട്ടത്തിന് വിധേയമായി ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ പെട്ടെന്ന് അവന് ബോധ്യം വന്നു, പടച്ചവനെ ഞാനെങ്ങാനും ഇത് എടുത്തിട്ട് ആ പാവപ്പെട്ടവൻ്റെ ദുഃഖത്തിന്, അവൻ്റെ അതിക്രമത്തിന് നാളെ പരലോകത്ത് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിധേയനായി പോയാൽ എന്ത് ചെയ്യും? അത് ബോധ്യമുണ്ട്, പേടിയുണ്ട്. അതുകൊണ്ട് അവൻ ആ മനുഷ്യനെ പരിധി പോയി അന്വേഷിച്ചു പോയി, പിന്നാലെ പോയി കണ്ടെത്തി. എന്നിട്ട് അയാൾക്ക് ആ പേഴ്സ് കൊടുത്തു. അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാ, നീ ഇത്ര സന്തോഷത്തോടു കൂടി എന്നെ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം കെട്ടിപ്പിടിച്ചു. കാരണം ഇത് ഒരിക്കലും കിട്ടൂല എന്ന് വിചാരിച്ചല്ലേ, അറിഞ്ഞതുപോലുമില്ല. ആ സന്തോഷത്തിന്റെ പേരിൽ അയാൾ പേഴ്സ് തുറന്നിട്ട് 2000-ന്റെ കുറേ നോട്ടുകളിൽ നിന്നും ഒരു നോട്ട് എടുത്തിട്ട് പറഞ്ഞു, സഹോദര, എൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ ഇത് സ്വീകരിക്കണം. ഒരു ഇനാമാണ്, ഒരു ഗിഫ്റ്റാണ്, ഒരു സന്തോഷമാണ്, നീ ഇത് സ്വീകരിക്കണം. ഞാൻ നിങ്ങളുടെ 2000-ന് വേണ്ടി ചെയ്തതല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെയ്താണ്.
ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതല്ല, നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടും സമ്മാനത്തിന് വേണ്ടിയും ചെയ്തതല്ല. ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് സത്യസന്ധമായി പെരുമാറിയതാണ്. ഞാനിങ്ങനെ കാമ്പസാരെന്ന് പ്രസംഗം കേട്ടിട്ട് വരികയായിരുന്നു, ഇങ്ങനെ ചെയ്യണമെന്ന് പടച്ചവൻ പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. എനിക്ക് ഇങ്ങനെ 2000 വേണ്ട, ഞാനത് വാങ്ങുകയേ ചെയ്യില്ല. അൽഹംദുലില്ലാഹ്, നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി. രണ്ടുപേരും രണ്ടു വഴിക്ക് പിഴിഞ്ഞു. ഇയാൾ ഇങ്ങനെ മൂളിപ്പാട്ട് പാടിക്കൊണ്ട്, കീശ കാലിയല്ലേ, വീട്ടിലേക്ക് പോയാൽ മക്കളെ എങ്ങനെ കാണുക, അവർക്ക് കൊണ്ടുപോകാനൊന്നും വാങ്ങാനൊന്നും കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ. നടന്നു പോകുന്ന വഴിയിൽ പണ്ടത്തെ നമ്മുടെ റോഡരികിൽ ഇങ്ങനെ മണിയടിച്ചുകൊണ്ട് ചില ആളുകൾ കടല വിൽക്കാറില്ലേ, കടല പുറത്തിട്ട് വയ്ക്കുന്ന കടല വിൽക്കുന്ന ഒരാളെ കണ്ടപ്പം ഇങ്ങനെ കീശ പരിധി നോക്കിയാൽ ആകെ കീശയിൽ ഒരു 2 റുപ്യൻ്റെ നോട്ടുണ്ട്. ഞാൻ ഈ 2000 2 എന്നൊക്കെ പറഞ്ഞെന്താ അറിയോ, നിങ്ങൾക്ക് വിഷമമില്ലാതിരിക്കാൻ വേണ്ടി പണ്ടത്തെ കഥയാണെന്ന് വിചാരിച്ചു. നമ്മുടെ ആരുടെ കഥയല്ല. 2 റുപ്യ ഇപ്പം ഇല്ലല്ലോ, അടുത്ത കാലത്തൊന്നും ഇല്ല. 2000 രൂപ അടുത്തൊന്നും ഇല്ല. 2 റുപ്യ തൻ്റെ കീശയിലുണ്ട്. 2 റുപ്യ കീശയിലുള്ളപ്പോൾ അയാൾ ഏതായാലും വീട്ടിൽ കൊണ്ടുപോകാൻ സാധനം വാങ്ങാൻ വലിയ പൈസ ഒന്നുമില്ല, ആകെ 2 റുപ്യ ഉള്ളൂ. ഇവിടുന്ന് 2 റുപ്യൻ്റെ കടല വാങ്ങാം. 2 റുപ്യൻ്റെ കടല വാങ്ങാം. 2 റുപ്യൻ്റെ കടല വാങ്ങി കുറച്ചുകൊണ്ട് പോകാം. വേറെ മാർഗം. അയാൾ ആ പാവപ്പെട്ട കടലക്കാരനോട് പറഞ്ഞു, ഒരു 2 റുപ്യൻ്റെ കടല തരുമോ? 2 റുപ്യൻ്റെ കടല. അയാൾ വേഗം 2 റുപ്യൻ്റെ കടല ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് കൊടുത്തു. ഇയാൾ വാങ്ങി കീശയിൽ നിന്നും ഉള്ള ആകെ 2 റുപ്യ എടുത്ത് അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ പാവം, അയാൾ അതിനെക്കാട്ടി സാധു, കടല വിൽക്കുന്നവൻ അതിനെക്കാട്ടി പാവമല്ലേ, അയാൾ തിരക്കിൻ്റെ ഇടയിൽ ആ 2 റുപ്യ ഇങ്ങോട്ട് വാങ്ങി. എന്നിട്ട് 2 റുപ്യ വീണ്ടും അയാൾ ബാക്കി കൊടുക്കുന്നത് പോലെ കൊടുത്തു. ബാക്കി കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണല്ലോ സാധാരണ അബദ്ധത്തിൽ സംഭവിച്ചു പോവാ. 2 റുപ്യ വാങ്ങി, അതിട്ടാൽ മതി, തീർന്നില്ല. കണക്കുവല്ല മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? കണക്ക് തിരിയുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് തിരിയണ്ടേ? ഒന്നെങ്കിൽ എൻ്റെ വർത്താനം തിരിയണം, അല്ലെങ്കിൽ കണക്ക് തിരിയണോ, എന്തെങ്കിലും ഒന്ന് തിരിയണം. അള്ളാഹു തആല നമുക്ക് എല്ലാ നന്മകൾ തിരിച്ചു തരുമാറാകട്ടെ, മനസ്സിലാക്കി തരുമാറാകട്ടെ. 2 റുപ്യൻ്റെ കടല വാങ്ങിയിട്ട് ഈ മനുഷ്യൻ 2 രൂപ കൊടുത്തു. ആ 2 രൂപ പാവം പീഡിയക്കാരൻ അവൻ്റെ പെട്ടിയിലേക്ക് വാങ്ങിയിട്ടിട്ട് ബാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ 2 റുപ്യ എടുത്തിട്ട് തിരിച്ച് ബാക്കി കൊടുത്തു. ഇത് കിട്ടിയപ്പം നേരത്തെ നിസ്കാരവും നിലയും പാകവും ഉറുതിയൊക്കെ വാങ്ങിയ കേട്ടിരുന്ന ആ മനുഷ്യൻ ഇങ്ങനെ ഭയങ്കര ലാഭമായി പോയല്ലോ, 2 റുപ്യക്ക് കടല വാങ്ങി 2 റുപ്യക്ക് തിരിച്ചെടുക്കുക. ആ പാവം ഈ കടല കച്ചവടക്കാരന് ഒരു ബുദ്ധിയില്ല. പോട്ടെ, സാരമില്ല, കിട്ടിയത് 2, ഉള്ള 2 കൊണ്ട് അയാൾ അങ്ങ് നടന്നുപോയി. എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? കുറച്ചു മുമ്പ് സന്തോഷത്തോടു കൂടി ആ സഹോദരൻ പേഴ്സിൽ നിന്നും 2000 എടുത്ത് നിനക്ക് തന്നതാണ്. അത് നിനക്ക് വാങ്ങിയാൽ ഹലാലാവും. ഹലാല. ആരെങ്കിലും ഒരാൾ നമുക്ക് സന്തോഷത്തോടു കൂടി സമ്മാനമായി, ഗിഫ്റ്റായി, ഹദിയായി തന്നാൽ അത് വാങ്ങാം, അത് ഹലാലാവും. 2000 കിട്ടും ഹലാലായ നിലയിൽ. പക്ഷെ ഇവിടെ നമ്മൾ ഓവർ വളവാക്കിയിട്ട് പാവം കടലക്കച്ചവടക്കാരന് 2 റുപ്യൻ്റെ സാധനം വാങ്ങി അവൻ്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ വന്നുപോയ 2 റുപ്യ കിട്ടിയതാകട്ടെ 2 കീശയിലിട്ടോട് നടന്നു പോവുക. ഇവൻ എന്ത് സമ്പാദിച്ചു പ്രിയപ്പെട്ടവരെ? 2000 ഹലാൽ ഒഴിവാക്കിയിട്ട് 2 റുപ്യക്ക് നരകം വിലയ്ക്ക് വാങ്ങി. 2000ൻ്റെ സ്വർഗം ഒഴിവാക്കിയിട്ട് 2 റുപ്യക്ക് അവൻ നരകം വിലയ്ക്കും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവർ ഒരിക്കൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നു. അലിയുൻ കറമല്ലാഹു വജ്ഹു റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പം, ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പം പതിവില്ല, നമ്മൾ വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ പോയാൽ കാണാം, പള്ളിയുടെ പുറത്ത് കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കും. അവർ സാധുക്കളാണ്, മുസ്ലിങ്ങളൊന്നും ആയിരിക്കില്ല. പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ ചെരുപ്പൂരി അവരുടെ മുമ്പിൽ വെച്ച് കൊടുക്കും. അങ്ങനെയല്ലേ? ചെരുപ്പൂരി വെച്ച് കൊടുക്കും. അവർ ചെരുപ്പിന് കാവലിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ചെരുപ്പ് അവർ സൂക്ഷിച്ചു വെക്കും. നമ്മൾ നല്ല ആളെ സേട്ടു സാഹിബൊക്കെ ആണെന്ന് അറിഞ്ഞാൽ ചെരുപ്പൊക്കെ നമുക്ക് തിരിച്ചു വെച്ചിട്ട് ചെരുപ്പൊക്കെ തുടച്ചു തരും. അപ്പോൾ നമ്മൾ കീശയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കും. അങ്ങനെ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു പതിവുണ്ട്. ഇത് പണ്ടേ ഉള്ളതാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ പുറത്ത് ഇതുപോലെ ചില ആളുകൾ ഇരിക്കുന്നുണ്ട്. അവർ ചെരുപ്പ് സൂക്ഷിക്കുന്നവരാണ്. ആ ചെരുപ്പ് ഊരി വെച്ചു കൊടുത്തപ്പോൾ അന്നത്തെ രീതി അനുസരിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു അവർ അദ്ദേഹത്തിൻ്റെ പടയങ്കിയും ഊരി വെച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ ചെരുപ്പിടുന്നത് പോലെ അന്ന് പടയങ്കി അണിഞ്ഞാണ് അവരൊക്കെ നടക്കുക. പടയങ്കി ഊരി വെച്ചു കൊടുത്തു. എന്നിട്ട് ഉള്ളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറി. അലി റളിയല്ലാഹു അൻഹു അവരുടെ നല്ല കാലമാണ്. പഴയ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അലി ഇബ്നു അബീ താലിബിൻ്റെയും ഫാത്തിമ ബീവിയുടെയും വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഫാഖയുടെയും ചരിത്രം പറഞ്ഞില്ലേ? അങ്ങനത്തെ ദാരിദ്ര്യത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം അവർ ഭരണാധികാരികളാണ്. ഇപ്പം വലിയ നല്ല അവസ്ഥയിലാണ്. അലി റളിയല്ലാഹു അൻഹു അവർ ഈ മനുഷ്യൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പും പടയങ്കിയും ഊരി വെച്ച് കൊടുത്തിട്ട് പള്ളിയിലേക്ക് കയറിയപ്പം മനസ്സുകൊണ്ട് ഇങ്ങനെ നിയന്ത്രിച്ചത്, പാവം അല്ലേ, ഈ നട്ടപ്പൊരിയുന്ന വെയിലത്ത് പള്ളിയുടെ പുറത്ത് വന്നിങ്ങനെ കാത്തിരുന്ന് നമ്മളുടെയൊക്കെ ചെരുപ്പിന് കാവലിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ലേ, പാവം. ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവനൊരു 2 ദിർഹം കൊടുക്കണം. ഒന്നുകിൽ 2 ദിർഹമാണ്, അല്ലെങ്കിൽ 2 ദീനാർ, 2 ദിർഹം കൊടുക്കണം എന്ന് മനസ്സിൽ നിയത്ത് വെച്ചു.
അങ്ങനെ പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിസ്കാരമാകുമ്പോൾ നമ്മളെപ്പോലെ സ്പീഡ് പ്രോഗ്രാം ഒന്നും ആയിരിക്കുമല്ലോ, കുറച്ച് സമയം നിസ്കാരത്തിന് സമയമെടുക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ പടയങ്കിയും കാണുന്നില്ല, പടയങ്കി സൂക്ഷിച്ച ഈ മനുഷ്യനെയും കാണുന്നില്ല. പടയങ്കിയില്ല, പടയങ്കി സൂക്ഷിച്ച മനുഷ്യനെയും കാണുന്നില്ല. അന്വേഷിച്ചു, പടച്ചോൻ ഇതെവിടെ പോയി, ഞാൻ അവന് സഹായം ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അവനെയും കാണുന്നില്ല, എൻ്റെ പടയങ്കിയെയും കാണുന്നില്ല, എന്താവും എന്ന വെപ്രാളത്തോടു കൂടി മഹാനായ അലി റളിയല്ലാഹു അൻഹു അവർ ആ പരിസരത്തൊക്കെ അന്വേഷിച്ചു, എവിടെ പോയി എന്ന് അന്വേഷിച്ചു. സ്വാഭാവികമായും പണ്ട് കാലങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ പല പള്ളികളിൽ നിന്നും നല്ല കൂടിയ ചെരുപ്പുകൾ കളവ് പോകും. കൂടിയ ചെരുപ്പ് കളവ് പോയാൽ ആ കളവ് പോകുന്ന ചെരുപ്പ് കൊണ്ടുപോയി മറച്ചു വിൽക്കുന്ന ഒരു സ്ഥലവും ഉണ്ടാവും. അവിടെ പോയാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഓൾഡ് സ്റ്റോക്ക്, പഴയ സാധനങ്ങൾ ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റും. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പം പുതിയ മേഖലകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പരിചയപ്പെടുത്തി തരും പോലെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പുതിയ പരിപാടികൾ, പദ്ധതി. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടുപെടുന്ന തരികിടകൾ ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങളൊക്കെ കണ്ടത് ഇങ്ങനത്തെ കുറച്ച് തരികിടകളാണ്. പള്ളികളിൽ നമ്മളൊരു പുതിയ ബ്രാൻഡഡ് ചപ്പൽ വാങ്ങി ഉപയോഗിച്ച് പുറത്തിട്ടാൽ അത് നോക്കി നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നിൽക്കും. നിസ്കരിച്ച് കഴിയുമ്പോൾ അള്ളാൻ്റെ തൗഫീഖോടെ ചെരുപ്പും ഉണ്ടാവില്ല. ചിലപ്പം അതോടുകൂടി പാവപ്പെട്ടവൻ്റെ നിസ്കാരം അങ്ങ് അവസാനിക്കും. അങ്ങനെയാണല്ലോ. ആകെ കൂടി ഇന്നലെ വരെയും ഞാൻ ക്ലബ്ബിൽ പോകലായിരുന്നു. ചങ്ങാതിമാരോടൊപ്പം ക്യാരംസ് കളിക്കാൻ പോക്കാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് വലതും ചെയ്യാൻ വേണ്ടി പോക്കാണ്. ഇന്നലെ ഒരു മൂലയാറെ പ്രസംഗം കേട്ടു, സംസാരം കേട്ടു, നന്നാകാൻ തീരുമാനിച്ച് ഇന്ന് കുളിച്ച് കുപ്പായമൊക്കെ ഇട്ട് പുതിയ ചെരുപ്പൊക്കെ വാങ്ങി കാലെ ഫിറ്റാക്കിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നതാണ്. വന്നു നോക്കുമ്പോൾ അള്ളാൻ്റെ തൗഫീഖോടെ സലാം വെട്ടി പുറത്തിറങ്ങിയപ്പോൾ ഈ സത്യസന്ധന്മാരെന്ന് പറയുന്ന, നിസ്കാരക്കാരെന്ന് പറയുന്ന ഈറ്റുങ്ങൾ എൻ്റെ ചെരുപ്പങ്ങ് കട്ടുകൊണ്ടുപോയി. അതോടുകൂടി നിസ്കാരത്തിന് വിടാം, ഇനി മേലെ നിസ്കരിക്കണ്ട. കാരണം എന്താ അവനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ക്ലബിൽ പോയ കാലത്ത്, അവസാനം രാത്രി ചെറുങ്ങനെ മിനുങ്ങാൻ വേണ്ടിയിട്ട് ബാറിൽ പോയ കാലത്ത്, കുടിച്ച് പൂസായി ലക്ക് കെട്ടിട്ട് ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഒരു കാലിലെ ചെരുപ്പ് അങ്ങോട്ട് പോയി, ഒരു കാലിലെ ചെരുപ്പ് ഇങ്ങോട്ട് പോയി. ഞാൻ സഞ്ചരിക്കുന്ന സ്കൂട്ടർ അവിടെ വീണ് കിടക്കുന്നു, സൈക്കിൾ ഇവിടെ വീണ് കിടക്കുന്നു, പേഴ്സ് അവിടെ വീണ് കിടക്കുന്നു. ഞാൻ അങ്ങനെ കടന്ന് ആ ലഹരി വിട്ട് കഴിയുമ്പം എഴുന്നേൽക്കും. ഇങ്ങനെ കണ്ണൊക്കെ തിമിനിട്ട് അവിടെ പോയിട്ട് ഒരു ചെരുപ്പ് അവിടെ നിന്ന് എടുത്തു, ഒരു ചെരുപ്പ് ഇവിടെ നിന്ന് എടുത്തു, സൈക്കിൾ എടുത്തു, വീട്ടിലേക്ക് പോയി. ഇത്രയും കാലം ക്ലബിൽ പോയിട്ടും ബാറിൽ പോയിട്ടും എൻ്റെ ചെരുപ്പ് ആരും കട്ടില്ല. ഇന്നലെ തൗബ ചെയ്ത് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ചെരുപ്പ് പോയി. അപ്പോൾ ഇനി പള്ളിയോട് വിടാം. അങ്ങനെ സംഭവിക്കാമല്ലോ. സാധാരണഗതിയിൽ നല്ല സാധനങ്ങൾ കട്ടെടുത്തിട്ട് കൊണ്ടുപോയി മറിച്ച് വിൽക്കുകയും ചെറിയ പൈസയ്ക്ക് വേണമെങ്കിൽ നാട്ടുകാർക്ക് വന്ന് വാങ്ങാൻ കഴിയുകയും ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഞാൻ തമാശ കൂട്ടി പറയുന്നെങ്കിലും കാര്യം പറയാം പ്രിയപ്പെട്ടവരെ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അങ്ങനെ വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് അലി റളിയല്ലാഹു അൻഹു അവർ ഒരാൾ കൂട്ടിക്കൊണ്ട് പോയി. ഇവിടെയാണ് സാധ്യത. പോയി നോക്കുമ്പോൾ കറക്റ്റ് തൻ്റെ പടയങ്കി അവിടെ ഉണ്ട്. അപ്പോൾ ആ പീഡിയക്കാരനോട് ചോദിച്ചത് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇതൊരാൾ കൊണ്ടുവന്ന് തന്നാണ്. അയാൾ നിനക്ക് എത്ര പൈസക്കാണ് വിറ്റത്? അയാൾ എനിക്ക് 2 ദിർഹമിനാണ് വിറ്റത്. 2 ദിർഹം. കാരണം കട്ടെടുത്ത സാധനത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? മുതൽ മുടക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്നത് ലാഭമല്ലേ? 100% ലാഭം എന്ന് പറഞ്ഞാൽ 100% അല്ല, 1000% ലാഭമല്ലേ? അതുകൊണ്ട് അയാൾ നിനക്ക് എത്ര രൂപയ്ക്കാണ് ഇത് വിറ്റത് എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു 2 ദിർഹമിനാണ്. അലി റളിയല്ലാഹു അൻഹു മന്ദസ്മിതം തൂകി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പടച്ചവനെ, മനുഷ്യൻ എത്ര വിഡ്ഢിയാണ്, മനുഷ്യൻ എത്ര ബുദ്ധിമോശമുള്ളവനാണ്. ഞാൻ അയാൾക്ക് 2 ദിർഹം കൊടുക്കാമെന്ന് മനസ്സിൽ നിയത്ത് വെച്ചതാണ്. അയാൾക്ക് 2 ദിർഹം കൊടുക്കാമെന്ന് മനസ്സിൽ നിയത്ത് വെച്ചതാണ്. ആ 2 ദിർഹം അവനെ സംബന്ധിച്ചിടത്തോളം അവന് മാന്യമായ നിലയിൽ വാങ്ങാൻ കഴിയുന്ന ഹലാലായ ഒരു സമ്പാദ്യമാകുമായിരുന്നു. അവൻ ഹറാമായ നിലയിൽ തിരക്ക് കൂട്ടിയപ്പോൾ, സ്പീഡാക്കിയപ്പോൾ അവൻ ഈ ഹറാമിന്റെ മാർഗത്തിൽ സമ്പാദിച്ചത് കിട്ടിയത് എത്രയാണ്? 2 ദിർഹം കിട്ടിയിട്ടുള്ളൂ. അതിൽ അല്പം കൂടുതൽ കിട്ടിയില്ല. ഇത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ. അലി റളിയല്ലാഹു അൻഹു അവர்கள் ഞാൻ നിങ്ങളും അടങ്ങുന്ന ലോകരോട് പറഞ്ഞു വെച്ച ഒരു വലിയ തത്വമുണ്ട്. ഹലാല് എന്ന് പറഞ്ഞാൽ അത് വരാൻ കുറച്ച് സമയമെടുക്കും. മെല്ലെ മെല്ലെ വരും. ഹറാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പെട്ടെന്നിങ്ങ് വരും. അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടികളിൽ ചില ആളുകൾ പുതിയ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിൽ ചിലതൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. അതിന് യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നു, ഗെയിമിൻ്റെ വരുമാനം എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അൽഹംദുലില്ലാ ഞാൻ ഇതുവരെ പഠിക്കരുതെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി കൊണ്ട് നടക്കുന്ന എനിക്കറിയാത്ത ഒരു വിപുലമായ ലോകമാണെന്ന് ഞാൻ കേൾക്കുന്നു. എനിക്കറിയില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സാധനവും ഉപയോഗിക്കാറേ ഇല്ല. പലരും എന്നോട് വാട്സപ്പിലെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുള്ളത് ആപ്പും പാരയൊന്നും ഇല്ലാത്ത ഒരു സാധുവായ മനുഷ്യനാണ്. ഒരു ആപ്പും ഇല്ല, ഒരു പാരയും ഇല്ല, ആരെയും പാര വെക്കലും ഇല്ല, ഒരു ആപ്പും പണിയലും ഇല്ല. അത് വേണ്ട പ്രിയപ്പെട്ടവർ.
അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകളെ കൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങളിലൂടെ ചിലപ്പോൾ ലക്ഷങ്ങൾ സമ്പാദിച്ചെന്ന് വരും. ഈ സമ്പാദിച്ചത് മാത്രം നമ്മളെല്ലാവരും അറിയും. അത് കാണുമ്പം ബാക്കിയുള്ളവർക്കൊരു ആവേശം. നമ്മൾ നമ്മുടെ മക്കളെ തലയിൽ തൊട്ടിട്ട് നാണം ഉണ്ടടാ, അവനതാ ഇന്നലെ വരെ കോട്ടേഴ്സിൽ താമസിക്കുകയായിരുന്നു, ഇന്ന് അവനൊരു ബൈക്ക് വാങ്ങി, ഇന്ന് അവനൊരു ഐഫോൺ വാങ്ങി, ഇപ്പൊ ഇതാ ഒരു കാറിൽ നടക്കുന്നു. എന്നോട് ഇന്നലെ ഒരു ആൾ വന്ന് പറഞ്ഞതാ, ഇപ്പതാ ഒരു കാറും വാങ്ങി. എങ്ങനെയാ വാങ്ങുന്നത്? പ്രിയപ്പെട്ടവരെ, ഹലാലല്ലാത്ത സമ്പാദ്യം ചിലപ്പോൾ കണക്കില്ലാതെ നമ്മുടെ കൈകളിലേക്ക് ഒഴുകി വരും, ഹലാലല്ലാത്തത്. എന്നാൽ ഹലാൽ വരാൻ അല്പ സമയമെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അവർ നമുക്ക് പാഠം തന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ 2000 രൂപ നമുക്ക് കിട്ടുന്നത് സ്വർഗം കിട്ടാൻ ഉതകുന്ന നിലയിൽ ഹലാലായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ബുദ്ധിയില്ലായ്മയുടെ പേരിൽ നമ്മൾ 2 രൂപയിലൂടെ നരകം വിലക്ക് വാങ്ങും. സംഭവിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, തരികടകളുണ്ടല്ലോ, തട്ടിപ്പുകളുണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ, അതെത്ര ചെറുതാണെന്ന് നമുക്ക് തോന്നിയാലും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അവിടെ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു പോയത് വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അന്നേ ദിവസം തൂക്കം നോക്കുക എന്ന് പറയുന്നത് വളരെ പരമാർത്ഥമാണ്, സത്യമാണ്. ഒരാൾക്കും അതിൽ നിന്നും ഒഴിയാൻ കഴിയില്ല. യഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നമ്മൾ ചെയ്തു പോയ, പ്രവർത്തിച്ചു പോയ ചെറുതോ വലുതോ ആയ ഏത് സംഗതികളാണെങ്കിലും അതൊക്കെ അതിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തൂക്കത്തിന് വിധേയമാക്കും. അങ്ങനെ തൂക്കുമ്പോൾ, അത് പറയാൻ നമ്മൾ ഇത്രയും പറഞ്ഞു, അങ്ങനെ തൂക്കുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഒരു ഭാഗം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയുടെ ത്രാസ് ഭാരമുള്ളതായാൽ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. നന്മയുടെ ത്രാസിൽ ഭാരമുള്ള അമലുകൾ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം പരമാവധി നമ്മൾ സംഭരിച്ച് സൂക്ഷിക്കാൻ ശ്രമിക്കണം. നിസ്കാരം, നോമ്പ്, സദഖ, സക്കാത്ത്, ഖുർആൻ ഓതല്, തൗബ, ഇസ്തിഗ്ഫാർ, സലാത്ത്, ദിക്ർ, ദുആക്കൾ, സുന്നത്തായ ജീവിത രീതികൾ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യൽ, പള്ളി പരിപാലിക്കൽ, മദ്രസ പരിപാലിക്കൽ, ഇങ്ങനെ എന്തൊക്കെ എവിടൊക്കെ നമുക്ക് അവസരങ്ങളുണ്ടോ അവിടൊക്കെ നമ്മൾ കയറിപ്പറ്റണം. ഒരവസരവും നമ്മൾ കൈമോശം വരാതെ ശ്രദ്ധിക്കണം, നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കണം. എവിടെയും എന്തും നന്മയാണെന്നറിഞ്ഞാൽ അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് അമല് കൊണ്ടാണെങ്കിൽ അങ്ങനെ, പണം കൊണ്ടാണെങ്കിൽ അങ്ങനെ. ഇനി അമലും പണവും ഒന്നുമില്ലാത്ത സാധുക്കൾ അവരുടെ ആരോഗ്യം കൊണ്ട്, ഖിദ്മത്ത് കൊണ്ട്, സേവനം കൊണ്ട് എന്തെങ്കിലും നന്മ സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സമ്പാദിക്കണം. അങ്ങനെ നമ്മളുടെ നന്മയുടെ ത്രാസിൽ ഭാരമുണ്ടാകുന്ന അമലുകളെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. നേരെ മറിച്ച് അറിഞ്ഞോ അറിയാതെ നമ്മളിൽ നിന്നും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, പാപകർമ്മങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും. നന്മയുടെ ത്രാസ് ഭാരം കുറഞ്ഞതാവുകയും തിന്മയുടെ ത്രാസിൽ ഭാരം കൂടുകയും ചെയ്താൽ അവന്റെ ജീവിതം തന്നെ നഷ്ടത്തിലായി പോയി. അള്ളാഹു പറയാം, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ ജീവിതം തന്നെ നഷ്ടമായി പോയി. പ്രിയപ്പെട്ടവരെ, ഖബറിൽ നിന്നും എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നമ്മളുടെ അമലുകൾ നമ്മളോടൊപ്പം എഴുന്നേൽപ്പിക്കപ്പെടും. തെറ്റാണെങ്കിൽ തെറ്റ്, നന്മയാണെങ്കിൽ നന്മ, അത് നമ്മളെ അതിനോടൊപ്പം എഴുന്നേൽപ്പിക്കപ്പെടും. ഇവിടെ ഞാനൊരു ഹദീസ് പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴേ ഇത്രയും വിശദീകരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും തൂക്കുന്ന വേളയിൽ എല്ലാ അമലുകളെയും തൂക്കുന്നതിന് മലക്കുകൾ മുഖേനയാണ് അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുള്ളത്. എന്നാൽ ത്രാസുകളിൽ എവിടെയും തൂക്കപ്പെടാൻ കഴിയാത്ത നിലയിൽ അടിമയുടെ ഒരു അമലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ അമലെന്നറിയോ? ത്രാസിലെവിടെയും കൊള്ളൂല, ത്രാസിലെവിടെയും വെക്കാൻ കഴിയില്ല, മലക്കുകൾക്ക് അവരുടെ കൈകൊണ്ട് അതിനെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനത്തെ ഒരു അമലുണ്ട്. ആ അമലെന്താണെന്നറിയോ? അവൻ പാതിരാത്രികളിലോ ഒറ്റയ്ക്കിരിക്കുന്ന സ്വകാര്യ വേളകളിലോ റബ്ബിന്റെ മുമ്പിൽ ഇരുന്ന് കരയുകയും കണ്ണിൽ നിന്നും ഉതിർന്നു വീണ കണ്ണുനീരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ണുനീര് അത് മലക്കുകൾക്ക് തൂക്കാൻ കഴിയില്ല, ത്രാസിൽ വെക്കാൻ കഴിയും. അത് അള്ളാഹു നേരിട്ട് അതിന് വില കണക്കാക്കുകയും നമ്മളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരികയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് പാതിരാത്രിയിൽ എപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ്
ആളുകൾ കാണാതെ പടച്ചവന്റെ മുമ്പിൽ പോയി സുജൂദിൽ കടന്ന് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അത്തഹിയാത്തിൽ ഇരുന്ന് അതിനുശേഷം ആരും കാണാതെ കൈയുയർത്തി പിടിച്ചുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്താൽ ആ ദുആയിലൂടെ നമ്മൾ ഉതിർത്ത കണ്ണുനീർ തുള്ളികൾ നമ്മളോടൊപ്പം ഖബറിൽ നിന്നും എഴുന്നേൽപ്പിക്കപ്പെടും. അതിന്റെ പ്രതിഫലം നമ്മൾ കാണും. കുറ്റം മാത്രമല്ല, തെറ്റുകൾ മാത്രമല്ല, മറുഭാഗത്ത് നമ്മുടെ നന്മകളുടെ സന്തോഷം നമുക്ക് കാണാൻ കഴിയും. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. അത് പറയാനും കൂടെയാണ് നമ്മൾ പറഞ്ഞത്. വഹുസ്സില മാ ഫിസ് സുദൂർ. ഇതുപോലെ നമ്മുടെ ഉള്ളകങ്ങളിൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന കുറെ തെറ്റായ ചിന്തകളുണ്ടല്ലോ, ആരും കാണാതെ നമ്മൾ ഭദ്രമായി വെക്കുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിലല്ലേ. അതിലേക്ക് ആർക്കും കടന്നു വരാൻ കഴിയില്ല. ഭാര്യയ്ക്ക് വരാൻ കഴിയില്ല, മക്കൾക്ക് വരാൻ കഴിയില്ല, ഉസ്താദന്മാർക്ക് വരാൻ കഴിയില്ല, ആർക്കും വരാൻ കഴിയില്ല. ആരും വരാതെ നമ്മൾ ഹൈഡാക്കിയിട്ട് പ്രത്യേക നമ്പർ കൊണ്ട് നമ്മൾ മറച്ച് മൂടി വെക്കുന്ന ഒരു സ്ഥലമാണ് ഹൃദയം എന്ന് പറയുന്നത്. പക്ഷെ അള്ളാഹു പറയാണ് വഹുസ്സില മാ ഫിസ് സുദൂർ. നമ്മുടെ റൂഹ് വിരിയുകയും റബ്ബിന്റെ സന്നിധിയിലേക്ക് നമ്മൾ യാത്രയാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആദ്യമായി സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് വരെ ഒളിപ്പിച്ചു വെച്ചിരുന്നതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നിർഗളിക്കുകയാണ്, പുറത്തേക്ക് വരികയാണ്. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ലഖബീർ. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ലഖബീർ. അല്ലാഹു പറയും ഇന്ന റബ്ബഹും, തീർച്ചയായും അവരുടെ റബ്ബ് അന്നേ ദിവസം ആ നേരം അവരെ നന്നായി കാണുന്നവനാണ്, അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്. ഇതൊക്കെ നന്നായി സൂക്ഷ്മമായി അള്ളാഹു അറിയും. ഒരു പക്ഷേ ആരറിഞ്ഞില്ലെങ്കിലും അള്ളാഹു അറിയും. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ജീവിതത്തിൻ്റെ സുഖകരമായ സുന്ദരമായ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ടുള്ള നേർമാർഗത്തിലൂടെ നടക്കാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ നടത്തത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കുറേ നന്മകളുണ്ട്, സൽഗുണങ്ങളുണ്ട്, സൽസ്വഭാവങ്ങളുണ്ട്. ആ സൽസ്വഭാവത്തിന് വിപരീതമായ നിലയിൽ ഒന്നും സംഭവിക്കരുത്. ലാ യദ്ഉന മഅല്ലാഹ് വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹ് വലാ യസ്നൂൻ. ഇങ്ങനെ അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ കുറേ വൃത്തികേടുകളുണ്ട്. ആ വൃത്തികേടുകൾ നമ്മുടെ നടത്തത്തിൽ സംഭവിച്ചു പോയാൽ നമ്മൾ അപകടത്തിലാവും. യൽഖ അസാമ യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന. യൽഖ അസാമ, ഈ പറഞ്ഞ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്താൽ അതിലെന്താ സംഭവം? നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മറന്നുപോയോ? എന്താ സംഭവിക്കുന്നത്? വഴിതെറ്റി സ്വർഗത്തിലേക്ക് പോകാൻ ഇറങ്ങി നടന്ന്, പക്ഷെ നീ ഇപ്പം നിൽക്കുന്നത് നരകത്തിന്റെ വഴിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? അവിടെയുള്ള നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയതാണ്. ആ ജീവിതത്തിന്റെ യാത്രയിൽ എവിടെയോ ചെന്നപ്പോൾ അവിടെ അബദ്ധം സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു, കുറ്റം സംഭവിച്ചു. പാടില്ലാത്ത വഴിയിലേക്കൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ കയറിപ്പോയി. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ നിൽക്കണം. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ്. എത്ര രസകരമായിട്ട് അള്ളാഹു പറയുന്നത്. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ. അവിടെ നിൽക്കണം. ഇനി ഒരടി മുമ്പോട്ട് പോകരുത്. അള്ളാഹു തആല മഗ്ഫിറത്തിന്റെ 10 ദിവസം നമുക്ക് എന്തിനാ തന്നത് പ്രിയപ്പെട്ടവരെ? തൗബയുടെ 10 ദിവസം എന്തിനാ തന്നത്? റമദാനിനെ തൗബയുടെയും പശ്ചാത്താപത്തിന്റെയും മാസമാക്കി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പൊരുൾ എന്താണ്? അതിന്റെ പൊരുൾ ഇത് തന്നെയാണ്. നമ്മൾ ഈ 11 മാസക്കാലം നടന്ന വഴികളെ കുറിച്ചിട്ട് പട്ടിണിയോടുകൂടി ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരുന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ബോധ്യമായി നമ്മൾ നടന്നതിൽ കുറേ അപാകതകളുണ്ട്, കുറേ തെറ്റുകളുണ്ട്, വഴി മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടപ്പോൾ ഇനി നമ്മളൊരു ഉറച്ച തീരുമാനമെടുത്തു. ഇല്ലാമൻ താബ, തിരിച്ചു വരാം. ഇല്ലാമൻ താബ, അവിടെ നിൽക്കുക. ഇനി ഒരടി മുമ്പോട്ട് പോകരുത്, തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ടോ വആമന, ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ബോധ്യപ്പെടണം, വിശ്വസിക്കണം, ഈമാൻ കൊള്ളണം. വഅമില സാലിഹ, ഇനി ആ നല്ല വഴിയിലൂടെ, പുതിയ വഴിയിലൂടെ, ശരിയായ വഴിയിലൂടെ ശ്രദ്ധിച്ച് മുമ്പോട്ട് നടക്കാൻ തയ്യാറാകണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി മുമ്പോട്ട് നടക്കാൻ ശരി. അങ്ങനെ നടന്നാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما وكان الله غفورا رحيما. അങ്ങനെ നടക്കാൻ തീരുമാനിച്ചാൽ, തൗബ ചെയ്യാൻ തീരുമാനിച്ചാൽ, തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസം എന്താ പ്രിയപ്പെട്ടവരെ? കേൾക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് നമുക്ക് തോന്നുക. തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ, തൗബ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാനും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാനും തീരുമാനിക്കുക, പൊറുക്കലിനെ തേടാൻ അതിനാണ് തൗബ എന്ന് പറയുന്നത്.
ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ ഈ തെറ്റുകളെ കുറിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഖേദമുണ്ടാവുക, വേദന ഉണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ 1, 2, 3 പ്രാവശ്യമൊക്കെ വഴി തെറ്റിയിട്ട് 4ാമത്തെ പ്രാവശ്യം പിന്നെ അവൻ ആ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു വല്ലാത്ത ഖേദം ഉണ്ടാവില്ല. എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്, എത്ര പ്രാവശ്യം ഇങ്ങനെ വഴി തെറ്റിയത്, പിന്നെയും കറങ്ങി പോയിടത്ത് തന്നെ തിരിച്ചു വരികയല്ലേ. ആ ഒരു ഖേദം അവൻ്റെ മനസ്സിലുണ്ടാകണം. അഥവാ ഖേദമുണ്ടായാൽ അവൻ്റെ ജീവിതം തിരുത്തപ്പെടും. ഖേദമില്ലാതെ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാറില്ലേ, ചില സഹോദരങ്ങൾ എന്നോട് വന്നിട്ട് പറയാറുണ്ട്, ഈബത്ത് പറയാമെന്ന് വിചാരിക്കല്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഈബത്താണ് ഞാൻ പറയാൻ പോകുന്നത്, അഡ്വാൻസ് ആയിട്ട് ഞാൻ ജാമ്യം എടുക്കുകയാണ്, നിങ്ങളും പുറക്കണം, പടച്ചോനും പുറത്തോണം. പല സഹോദരങ്ങൾ, കണ്ണൂരുകാരായ സഹോദരങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു രസകരമായ ഒരു രീതി, ഒരു ശൈലിയാണ്, ഈബത്ത് പറയാമെന്ന് വിചാരിക്കല്ല, അസ്തഗ്ഫിറുല്ലാഹ് ഈബത്താണ് ഞാൻ പറയാൻ പോകുന്നത്, ആ ഈബത്ത് പറഞ്ഞത് കേട്ട് നിങ്ങൾ സഹിച്ചോണം, നിങ്ങൾ വെറുക്കരുത്, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവും വെറുക്കരുത്, ഞാൻ പറയാനുള്ളത് പറയും എന്നാണല്ലോ. അങ്ങനെ നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല, ഖേദം ഉള്ളിൽ തട്ടണം. ഖേദം ഉള്ളിൽ തട്ടിയാൽ, തൗബ ഉള്ളിൽ നിന്നും ഉണ്ടായാൽ പിന്നെ ജീവിതം തിരുത്താൻ നമുക്ക് എളുപ്പമാകും. വാസ്തവത്തിൽ മഗ്ഫിറത്തിന്റെ ഈ നാളുകളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു മാനസികാവസ്ഥയാണത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും അവൻ്റെ ഏടുകളിൽ നന്മ നിറഞ്ഞു കാണണമെന്ന് സന്തോഷം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ അവൻ ഇസ്തിഗ്ഫാറിനെ നിറച്ചുകൊള്ളട്ടെ എന്നാണ് ഹദീസാണ്. ആരെങ്കിലും നാളെ പരലോകത്ത് അവൻ്റെ കിതാബ് നിവർത്തുമ്പോൾ അതിൽ നന്മ നിറഞ്ഞു കാണണം, അങ്ങനെ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ കഴിയുന്നിടത്തോളം അതിൽ ഇസ്തിഗ്ഫാറിനെ നിറച്ചുകൊള്ളട്ടെ. ഇസ്തിഗ്ഫാർ അല്ലാത്ത, തൗബയല്ലാത്ത, പശ്ചാത്താപമല്ലാത്ത മറ്റ് വർത്തമാനങ്ങളോ മറ്റ് പ്രവൃത്തി ദൂഷ്യങ്ങളോ വർദ്ധിപ്പിക്കുന്നതിന് പകരം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ, തൗബ വർദ്ധിപ്പിച്ചോളൂ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്തിഗ്ഫാർ പതിവാക്കണം, അതിനെ വർദ്ധിപ്പിക്കണം. ജീവിത വിഭവങ്ങളിൽ അള്ളാഹു ബർക്കത്ത് തരുമെന്ന് റസൂലുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ എന്താ ബർക്കത്തില്ലാത്തത്? നമ്മുടെ കച്ചവടങ്ങളിൽ പിന്നെയും ഇങ്ങനെ തരികടകൾ കളിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് കിട്ടാൻ, ജീവിത വിഭവങ്ങളിൽ ബർക്കത്ത് കിട്ടാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഒറ്റമൂലിയാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പശ്ചാത്താപം വർദ്ധിപ്പിക്കുക, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന രീതിയെ വർദ്ധിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യമാകട്ടെ, മരണാനന്തര ജീവിതത്തിന്റെ ഐശ്വര്യമാകട്ടെ, അതൊക്കെ തൗബയും ഇസ്തിഗ്ഫാറുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഖുർആനും ഹദീസും നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധ മാസത്തിന്റെ അവശേഷിക്കുന്ന നാളുകളിൽ പരമാവധി നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ജീവിതം തിരുത്തണമെന്നാണ്. ഇനി നമ്മളിൽ നിന്നും അങ്ങനത്തെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കണം എന്നാണ്. ഫത്ലുബ് മതാബൻ ബിൻ നദാമത്തി മുഖ്ലിഅ, പണ്ട് നമ്മൾ മദ്രസയിൽ ഓതി പഠിച്ചിട്ടില്ലേ? ഫത്ലുബ് മതാബൻ ബിൻ നദാമത്തി മുഖ്ലിഅ, നദാമത്തോടുകൂടി താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപകർമ്മങ്ങളെ അതിൻ്റെ വേരോടുകൂടി പറിച്ചറിഞ്ഞിട്ട് ഇനി മേലിൽ അതിലേക്ക് മടങ്ങുകയില്ല എന്ന ഉറച്ച നീയത്തോടുകൂടി ഒരു പുതിയ ജീവിതം നയിക്കാൻ തയ്യാറാകണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. അങ്ങനെ നമ്മളൊരു പുതിയ ജീവിതം നയിച്ചാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരും, സന്താനങ്ങളിൽ ബറക്കത്ത് തരും. ഖുർആനിൽ അതൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഓതി തീർക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. യുംജിദുകും ബി അംവാലിൻ വബനീന വജന്നാത്തിൻ, ഖുർആൻ പറഞ്ഞതല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, നമ്മുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ നമുക്ക് സമ്പത്തിൽ ബറക്കത്ത് തരും, സന്താനങ്ങളിൽ ബറക്കത്ത് തരും, കൃഷിയിടങ്ങളിൽ ബറക്കത്ത് തരും, നമ്മുടെ ജോലികളിൽ അള്ളാഹു ബറക്കത്ത് തരും. ഇന്ന് അതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, നമുക്ക് കിട്ടാതിരിക്കുകയാണ്. അതിനുള്ള മാർഗം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, തൗബ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളായി അവനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ എല്ലാ ഐശ്വര്യങ്ങളും അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, സിഹത്ത് നൽകുമാറാകട്ടെ. രോഗങ്ങളും അപകടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. വആഖിറു ദഅവാന